സർ നമസ്കാരം. നമസ്കാരം. സർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ലീഗൽ ടേം എന്ന രീതിയിൽ ഒരു അഡ്വക്കേറ്റിന്റെ വായിൽ നിന്നും ഒരു ടേം കേൾക്കാനിടയായി. ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് എന്നായിരുന്നു അദ്ദേഹം അതിൽ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായർ ഹോസ്റ്റ് ചെയ്തൊരു പ്രോഗ്രാമിനിടയിൽ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്, ഒരു മെയിൽ അഡ്വക്കേറ്റ് ആണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്ത് ആദ്യം ജുഡീഷ്യൽ റിമാൻഡിൽ വിടുന്നത് ഒരിക്കലും ജയിൽ പുള്ളിയായിട്ടല്ല, പകരം അയാള് മജിസ്ട്രേറ്റിന്റെ ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നത് എന്ന് അദ്ദേഹം ഒരു പരാമർശം നടത്തുകയുണ്ടായി. ലീഗലി ഈ ടേം എന്താണ് സർ? ഇങ്ങനെ ഒരു ലീഗൽ ടേം ഇല്ല. ഓക്കെ. ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ ഒരു ലീഗൽ ടേം ഇല്ല. ജുഡീഷ്യൽ റിമാൻഡ് എന്നുള്ളതാണ് ലീഗൽ ടേം. ഓക്കെ. കാരണം പോലീസ് കസ്റ്റഡിയിലല്ല, ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് അത് ഇംപ്ലൈ ചെയ്യുന്നത്. ജുഡീഷ്യൽ റിമാൻഡ് എന്നുള്ളത് അത് അണ്ടർ ട്രയൽ പ്രിസണർ എന്ന് തന്നെയാണ് പറയുന്നത്. റിമാൻഡ് പ്രിസണർ, അണ്ടർ ട്രയൽ പ്രിസണർ എന്ന് പറഞ്ഞാൽ തടവുകാരനല്ലേ? അതെ. അപ്പൊ തടവുകാരൻ തന്നെയാണ് ലീഗലി ഡിഫൈൻ ചെയ്യുന്നത്. റിമാൻഡ് പ്രിസണർ എന്നും അണ്ടർ ട്രയൽ പ്രിസണർ, വിചാരണ തടവുകാർ എന്നാണ് പറയുന്നത്. മറ്റേവരെന്ന് പറയുന്നത് നമ്മൾ കൺവിക്ട് ചെയ്ത് ഗിൽറ്റി എന്നൊരു കോടതി കണ്ടുപിടിച്ചതിന് ശേഷം കൺവിക്ട് ചെയ്തിട്ടുള്ള പ്രിസണേഴ്സാണ്. അങ്ങനെ രണ്ട് കാറ്റഗറിയാണ് പ്രിസണേഴ്സ് വരുന്നത്: റിമാൻഡ് പ്രിസണേഴ്സ്, അണ്ടർ ട്രയൽ പ്രിസണേഴ്സ്. ഈ റിമാൻഡ് പ്രിസണേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ജുഡീഷ്യറിയുടെ ഒരു സംരക്ഷണം അവർക്കുണ്ട്. പോലീസിനൊന്നും അങ്ങനെ അവരെ ഇത് ചെയ്യാനോ പ്രിസൺ അതോറിറ്റീസിനൊന്നും കൂടുതൽ ഒരു ഇത് ചെയ്യാവില്ല. അവർക്ക് കുറെ കൂടെ ഒരു പ്രിസണിലൊക്കെ ഉള്ള ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെ ബെറ്ററായി എന്നാണ് സങ്കല്പം. കാരണം അവരെ ഗിൽറ്റി എന്ന് കോടതി കണ്ടുപിടിച്ചിട്ടില്ല. നാളെ കുറ്റവിമുക്തരാക്കി വിടാനും സാധ്യതയുള്ള ആളുകളാണ്. ഓക്കെ. അപ്പൊ ഈ ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ് എന്നൊക്കെ ആലങ്കാരികമായി നമുക്ക് പറയാമെങ്കിലും, ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു, ആ പ്രോഗ്രാം കണ്ടായിരുന്നു. രാഹുൽ ഈശ്വർ ചോദിച്ചതുപോലെ ഒരു ദിവസമെങ്കിലും അതിനകത്ത് കിടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. അതെ, മജിസ്ട്രേറ്റിന്റെ ഗസ്റ്റ് ആയിട്ട് ഒരു ദിവസമെങ്കിലും കിടന്നിട്ടുണ്ടോന്ന്. കാരണം പായ വിരിച്ചു വേണം താരെ എത്രയോ ആളുകളുടെ കൂടെ കിടക്കാനായിട്ട്. ഒരു വളരെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഫാൻ ആയിരിക്കും അതിനകത്ത് ഫാൻ ഉണ്ടെങ്കിലുള്ളത്. അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് മുതലായ കാര്യങ്ങളൊക്കെ വളരെ അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് എന്നാണ് പ്രിസണിൽ കിടന്നിട്ടുള്ള പലരും നമുക്ക് ഫീഡ്ബാക്സ് തന്നിട്ടുള്ളത്. പിന്നെ ഫുഡൊക്കെ കുറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ചില പ്രിസൺസ്, ചിലയിടത്തൊക്കെ ഇപ്പോഴും മോശമാണ്. എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തെ അടച്ചിടുന്നതല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. അത് സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും ജാമ്യം കൊടുത്തിട്ടുള്ളപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇൻഡിവിജ്വൽ ലിബർട്ടീസ് സാക്രിഫൈസ്. അത് ഭരണഘടന നൽകിയിട്ടുള്ള ഒരു സംരക്ഷണമാണ്. നമ്മളെ ജയിലിൽ എങ്ങനെയൊക്കെ അടച്ചു എന്ന് പറഞ്ഞാലും എന്താ പറയുന്നത്, പണ്ടൊരു ഇതിപ്പോ ബന്ധനം കാഞ്ചന കൂട്ടിലാകീതിലും ബന്ധനം തന്നെ പാരിൽ എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് അതിനെ ലഘൂകരിച്ച് പറയാനൊക്കില്ല. ഒന്ന് ജയിലിൽ അടയ്ക്കുക എന്ന് പറയുന്നത്, അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമിലിയേഷൻ ആണ്. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ ഉള്ള ഒരു ആയുധമല്ല അറസ്റ്റ്. അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു ഇതിന് മാത്രമേ ഇൻവെസ്റ്റിഗേറ്റീവ് ടൂളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് അറസ്റ്റ്. ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ്. പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ആ ഓഫീസർ ആലോചിക്കണം whether the arrest is justified, whether the arrest is essential for the purpose of investigation. അല്ലാതെ പണിഷ് ചെയ്യാനോ ഹ്യൂമിലിയേറ്റ് ചെയ്യാനോ ഉള്ള കാര്യമല്ല അറസ്റ്റ്. അത് സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണിത്. അത് പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഹ്യൂമിലിയേറ്റ് ചെയ്യാനും ആളുകളെ ടെററൈസ് ചെയ്യാനുമാണ്. പിന്നെ പോലീസിനെ അതിന് കുറ്റം പറയാൻ ഒക്കില്ല. കാരണം പരാതിക്കാരും മറ്റ് നാട്ടുകാരും ഒക്കെ റിമാൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ദേ ആർ സാറ്റിസ്ഫൈഡ്. അതാണ് അതിൻ്റെ ഒരു
ഇന്നത്തെ നമ്മുടെ രാജ്യത്തെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ആളുകൾ ദേ എക്സ്പെക്ട് ദി അക്യൂസ്ഡ് പേഴ്സൺ ടു ബി റിമാൻഡ്. അക്യൂസ്ഡ് എന്ന് പറയുന്നത് കുറ്റവാളിയല്ല, അക്യൂസ്ഡ് എന്ന് പറയുന്നത് പ്രതിയാണ്. ആ പ്രതിയെ കുറിച്ച് കുറ്റം അന്വേഷിച്ച് ഹീസ് ഓൺലി എ പേഴ്സൺ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. കുറ്റം അന്വേഷിച്ച് അദ്ദേഹത്തിനെതിരെയുള്ള തെളിവ് പോലീസ് കോടതിയിൽ കൊടുത്ത് കോടതിയാണ് ആ തെളിവ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കുകയാണെങ്കിൽ എന്താണ് ശിക്ഷയെന്ന് വിധിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ കുറ്റവിമുക്തനാക്കേണ്ടത്. പക്ഷെ ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു ജനറലായിട്ട് നമ്മുടെ ഒരു സോഷ്യൽ എൻവയോൺമെന്റിൽ നമ്മുടെ രാജ്യത്ത് കാണുന്നത് ഒരാളെ പ്രതിയെ അറസ്റ്റ് ചെയ്തു, പ്രതി ചേർത്തു എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, അദ്ദേഹം കുറ്റവാളിയാണ്. അതെ. പക്ഷെ ഇവിടെ ഒരു ഹൈക്കോടതി അഭിഭാഷകനാണ് ഈ പറഞ്ഞ ഗ്രാലൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തെ പോലെ ഒരാള് വന്നിട്ട് ഇതുപോലൊരു ഷോയിൽ വന്നിട്ട് ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു ടൈം യൂസ് ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതല്ലേ സർ? തീർച്ചയായിട്ടും അങ്ങനെ അഭിഭാഷകർ വന്ന് പറയുമ്പോൾ ജനങ്ങള് സ്വാഭാവികമായിട്ടും അങ്ങനെ ധരിച്ചു. അതെ. അപ്പൊ അദ്ദേഹം അതിനകത്ത് പറയുന്ന മറ്റു കാര്യങ്ങളും 12 വയസ്സിന് താരെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം കോട്ട് ചെയ്യുന്ന സെക്ഷൻ തന്നെ 64-ലല്ല അത് വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് BNS 65-ലാണ് വരുന്നത്. ആ BNS-ൽ ഇതിൽ മാത്രമല്ല, BNS-ൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്ന വേറെ നിരവധി സെക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ഇദ്ദേഹം ആധികാരികമായിട്ട് ഇതിന് മാത്രമേ ഇന്ത്യയിൽ ഇപ്പൊ ഡെത്ത് പെനാൽറ്റി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഒരു അഭിഭാഷകൻ പറയുമ്പോൾ അദ്ദേഹം അഭിഭാഷകനായതുകൊണ്ട് ജനങ്ങള് തെറ്റിദ്ധരിക്കും. ഇത് 65(2) ആണ്. റേപ്പ് ഓഫ് എ ചൈൽഡ് ബിലോ 12 years ഓഫ് ഏജ് എന്ന് പറയുന്നത് 65(2) ആണ്. 64 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മാത്രമല്ല ഡെത്ത് പെനാൽറ്റി, സെക്ഷൻ 66-ല് റേപ്പ് കോസിംഗ് ഡെത്ത് ഓർ ലീവിംഗ് ദ വിക്ടിം ഇൻ എ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഓഫ് നോട്ട് ലെസ് ദാൻ 20 years. അത് മിനിമം ഇംപ്രിസൺമെന്റ് ആണ്. ഓർ ലൈഫ് ഇംപ്രിസൺമെന്റ് ഓർ ഡെത്ത് പെനാൽറ്റി. പിന്നെ 72 gang rape of a child under 18 years of age. 71 repeat offenders of rape, those previously convicted under section 64, 65, 66, 70. ഇതെല്ലാം ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടാവുന്നതാണ്. അതുകൂടാതെ മർഡർ 1031, 1032 മോബ് ലിഞ്ചിങ്, 104 ലൈഫ് സെന്റൻസ് സെർവ് ചെയ്യുന്ന ഒരു പ്രിസണർ ചെയ്താൽ, മർഡർ ചെയ്താൽ, 1092 ഇതെല്ലാം അറ്റംപ്റ്റഡ് മർഡർ ബൈ എ പ്രിസണർ സെർവിംഗ് ലൈഫ് സെന്റൻസ്. ഇതിനെല്ലാം ഡെത്ത് പെനാൽറ്റി കിട്ടും. ഓർഗനൈസ്ഡ് ക്രൈമിന് ഒരു സെക്ഷൻ ഉണ്ട് 1112A. പിന്നെ ടെററിസ്റ്റ് ആക്ട് ഉണ്ട് 1132A. അപ്പൊ ഇത്രയും സെക്ഷൻസ് BNS-ൽ ഡെത്ത് പെനാൽറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ ആം അഗെയിൻസ്റ്റ് ഡെത്ത് പെനാൽറ്റി, ഐ ആം ആൻ ആന്റി ഡെത്ത് പെനാൽറ്റി ക്യാമ്പയിനർ. പക്ഷെ ഈ അഭിഭാഷകൻ പറഞ്ഞത് തെറ്റാണ്. 12 വയസ്സിന് താഴെയുള്ളതിൽ മാത്രമല്ല ഡെത്ത് പെനാൽറ്റി ഉള്ളത്. ഓക്കെ സർ. അപ്പോ അഭിഭാഷകര് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് വിളിച്ചു പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു പരാമർശം നടത്തിയത്. അതായത് ഇങ്ങനെ ജുഡീഷ്യൽ റിമാൻഡ് പോകുന്നത് ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് പോകുന്നതാണ്. അപ്പൊ അവർക്ക് പ്രത്യേക എന്തൊക്കെ പ്രിവിലേജസ് അതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരക്കും. ശരിക്കും സാറ് പറഞ്ഞതുപോലെ എന്തോ ഒരു പ്രിവിലേജസ് ഒന്നുമില്ല. ലിബർട്ടി ഹാസ് ബീൻ കർട്ടേൽഡ്. പിന്നെ മറ്റേ നമ്മള് കൺവിക്റ്റഡ് പ്രിസണേഴ്സും ഇവരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇവർക്ക് മറ്റേ ജയിൽ യൂണിഫോം ധരിക്കണ്ട, അങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഒരു ഫ്രീഡത്തെ ഇത് ചെയ്തുകൊണ്ടുള്ള അത് സുപ്രീം കോടതി നിരവധി ജഡ്ജ്മെന്റ്സ്. എന്തുകൊണ്ടാണ് ബെയിൽ ഇസ് ദ റൂൾ,
ജയിലിസ്റ്റ് എക്സെപ്ഷൻ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാറാണ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ആ ഒരു ആശയം കൊണ്ടുവരുന്നത്. ഓക്കെ സാർ. അദ്ദേഹമാണ് ബെയിലിസ്റ്റ് റൂൾ എക്സെപ്ഷൻ ആദ്യം പറയും. നിരവധി ജഡ്ജ്മെന്റ് കോടതി ഇത് പറഞ്ഞിട്ടുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് അസർട്ടൈൻ ചെയ്ത് ട്രയൽ കോർട്ടുകളും ഈവൻ ഹൈക്കോർട്ടുകൾ പോലും ബെയിൽ ഗ്രാന്റ് ചെയ്യാത്തതിൽ സുപ്രീം കോടതി പല കേസിലും വിമർശിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം, അല്ലാതെ അഫ്കോഴ്സ് നമുക്കെതിരെയുള്ള ഒരു ഒഫൻസിന്റെ സീരിയസ്നെസ് കൂടെ കണക്കിലെടുക്കും. എത്ര ഗ്രേവ് ഒഫൻസ് ആണ് നമുക്കെതിരെ ചാർത്തപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ എടുക്കുമെങ്കിലും വേറെ ഒരുപാട് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് വെദർ ദ റിമാൻഡ് ഇസ് എസെൻഷ്യൽ എന്നുള്ളത് കോടതി ചില പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആവശ്യമില്ലെങ്കിൽ ഒരാളെയും കോടതി ട്രയൽ സ്റ്റേജിൽ റിമാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അറസ്റ്റ് ഹ്യൂമിലിയേഷൻ, റിമാൻഡ് ചെയ്യണ്ട, എന്നെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റിഗ്മയും ഹ്യൂമിലിയേഷനുമാണ് ഒരു സാധാരണക്കാരൻ. നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു പലപ്പോഴും ആത്മാഭിമാനത്തോടു കൂടി പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നത് ഞാനൊരു ലോ അബൈഡിങ് സിറ്റിസൺ ആണെന്ന് തല ഉയർത്തി ആളുകൾക്ക് പറയാൻ സാധിക്കും. അപ്പൊ അത് ഒരു മാറ്റർ ഓഫ് പ്രൈഡ് തന്നെയാണ്. ലോ അബൈഡിങ് ആയിരിക്കണം എല്ലാ സിറ്റിസൺസും. പക്ഷേ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അതിന് ഒരു സ്റ്റിഗ്മയും കൂടെ വരെയാണ്. അതെ സർ, തീർച്ചയായിട്ടും. അപ്പൊ അറസ്റ്റ് പോലും ഒരു ഹ്യൂമിലിയേഷനാണ്. അപ്പൊ പിന്നെ റിമാൻഡ് കൂടെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം, നമ്മൾ ഗിൽറ്റിയാണ് ജനം അങ്ങ് തീരുമാനം. ജനത്തിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യം. അപ്പൊ അതുകൊണ്ടാണ് കോടതി വളരെ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇത് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഗസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹം പറഞ്ഞ ആ ഒരു ത്യാഗത്തോടു കൂടി അതിനെ കാണാനും ഒക്കില്ല. ആ പറഞ്ഞ ഒരു മെന്റാലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ കടുത്ത വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അത് അദ്ദേഹം ഒഴിവാക്കേണ്ട പരാമർശം തന്നെ ആയിരിക്കും. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ.